ആന്റി? ഒന്നുമില്ല, ഞാൻ നിന്റെ അമ്മയല്ലേ, അടുത്തിരുന്നൂടെ? ഒരു കുട്ടിക്ക് ഒരമ്മേ ഉണ്ടാവുള്ളൂ. എന്റെ അമ്മ സുജാതയാ. എന്താ ആന്റി? ഏയ്, മോൻ എന്താ കാണുന്നേ? ത്രില്ലർ മൂവിയാ. ആ, ഒരു പയ്യനെ ചാക്കി കെട്ടി കുഴിച്ചുമൂടി കൊന്നവരെ രക്ഷപ്പെടുന്ന കഥയാണോ? അതിൽ ന്യായമുണ്ട്. ന്യായമുണ്ടെന്ന് തോന്നിയാ ഒരു 10-17 വയസ്സുള്ള പയ്യനെ തല്ലിക്കൊന്ന് ഒരു അരിച്ചാക്കിനകത്താക്കി കൊണ്ടുവന്ന് കുഴിച്ചിടാ അല്ലേ? അങ്ങനെയും ചെയ്യും, രക്ഷയില്ലാതെ വന്നാൽ. എന്നെ കൊല്ലുന്നാണോ ആന്റി ഇപ്പൊ പറഞ്ഞത്? ഏയ് അല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എന്റെ അബിയെ ഞാൻ സ്നേഹിക്കേ ഉള്ളൂ. സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയി എനിക്ക്. ഒരാളെ കൊന്നാലേ 18 വയസ്സ് തികയാത്തോണ്ട് എനിക്ക് വലിയ ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ജുവനൽ ഹോമിനെ കുറിച്ച് ടീച്ചർ ഈ ക്ലാസ് എടുത്തു തന്നിട്ടുണ്ട്. ഒരമ്മയാവാൻ വന്നിരിക്കുന്നു. പ്രകാശേട്ടാ. എന്താ റൂബി? പ്രകാശേട്ടൻ ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ. എന്താ റൂബി? ഞാൻ എന്ത് ചെയ്തിട്ടാ പ്രകാശേട്ടാ അഭിമോൻ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? എന്താ ഉണ്ടായത്? വേണ്ടി വന്ന എന്നെ കൊല്ലൂന്ന് പറഞ്ഞു പ്രകാശേട്ടാ. അങ്ങനൊന്നും പറയില്ല. അപ്പൊ പ്രകാശേട്ടന് ഞാൻ പറയുന്നത് വിശ്വാസമില്ല അല്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എല്ലാവരോടും അവൻ വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാറുള്ളൂ. എന്നിട്ടാണോ മുമ്പ് എന്റെ വീട്ടിൽ വെച്ച് പ്രകാശേട്ടന് നേരെ കൈ ചൂണ്ടി അവൻ സംസാരിച്ചത്? അത് ആദ്യമായിട്ടല്ലേ? എന്നാ ഇത് രണ്ടാമത്. എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് അബിക്ക്. അവന്റെ മുഖഭാവം പറയുന്നത് അങ്ങനെ തന്നെയാ. എന്നെ കൊല്ലൂന്ന് പറഞ്ഞത് സത്യ പ്രകാശേട്ടാ. ഞാൻ കള്ളം പറയില്ല. എന്നെ കൊന്നാലും 18 വയസ്സ് തികയാത്തതുകൊണ്ട് അവന് വല്ല ശിക്ഷയൊന്നും കിട്ടില്ലാന്ന് ജുവനൈൽ ഹോമിന്റെ നിയമങ്ങളൊക്കെ ചെറുക്കം പഠിച്ചു വെച്ചിരിക്കുക. റൂബി അതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവും. സ്കൂളിൽ പഠിച്ചോട്ടെ, അതിന് എന്നെ കൊല്ലണമെന്നുണ്ടോ? കൊല്ലാൻ വേണ്ടി പറയുന്നല്ലോ റൂബി. പക്ഷെ അവന്റെ മുഖഭാവം അങ്ങനെയായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ പ്രകാശേട്ടൻ ചെന്ന് അവനോട് ചോദിച്ചു നോക്ക്. കൊല്ലൂന്ന് പറഞ്ഞോന്നൊന്നും ചോദിക്കണ്ട. ഇനി ഞാൻ വന്ന് പറഞ്ഞോന്നറിഞ്ഞാ എന്നോടുള്ള ദേഷ്യം കൂടും. എന്നാലും ഒന്ന് ചോദിച്ചു നോക്ക്. കുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ലല്ലോ. നീ ആന്റി ആന്റി എന്ന് വിളിച്ച് പുറകെ നടക്കുന്നത് നാശത്തിനാപ്പോ. അവര് ശരിയല്ല. അഭിയേട്ട സ്നേഹമായിട്ട് ഒരിക്കലും ആന്റിയോട് പെരുമാറിയിട്ടില്ല. എന്നോട് ഇഷ്ടക്കുറവായിട്ട് ആന്റി ഒന്നും പെരുമാറാറില്ലല്ലോ. അത് മറ്റെന്തോ ഉദ്ദേശം വെച്ചിട്ടാ. നിനക്കത് മനസ്സിലാവാഞ്ഞിട്ടാ. അബി, നീയാണോടാ അവിടുത്തെ ഗാർഡിയൻ? എന്താ അച്ഛാ? മുതിർന്നവരോട് എന്ത് ചോദിക്കണം എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. നീ ഒന്നും പറഞ്ഞില്ലെന്നോ? ഇപ്പൊ കളത്തിലൊന്നും തുടങ്ങിയോ? റൂബയെ ഇഷ്ടം അല്ലെങ്കിൽ വേണ്ട, നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തൂല്ല. പക്ഷേ റൂബയുടെ അടുത്ത് ധിക്കാരം പറയാൻ പാടില്ല. ഇനി അമ്മ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ശീലിപ്പിച്ചോണ്ടെങ്കിൽ അത് വേണ്ട. ഇല്ല, അമ്മ ആർക്കും വിഷം വരുന്നത് ചെയ്യരുതെന്നും പറയരുതെന്നും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാണോ എന്നോട് സിനിമയിൽ കാണുന്നത് പോലെ ചാക്കി കെട്ടി കുഴിച്ചിടുമെന്ന് പറഞ്ഞത്? അച്ഛാ, കള്ളം പറയുന്നതാ. എന്നോട് ആന്റി അങ്ങനെ പറഞ്ഞത്. എന്റെ ഈശ്വരാ, ഞാൻ ഈ കുരുന്നിനോട് അങ്ങനെ പറയോ? കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സിനിമകൾ കാണരുതെന്നേ പറഞ്ഞുള്ളൂ. അതിന് എന്തൊക്കെ അനാവശ്യങ്ങൾ എന്നെ പറഞ്ഞത്? എന്റെ കുട്ടി അങ്ങനെ ഒരു അനാവശ്യം പറയില്ല. അച്ഛമ്മേന്ന് വിളിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് എനിക്ക് അറിയാവുന്നതാ. അപ്പോ ഞാൻ പറയുന്നത് നോണ അല്ലേ? അപ്പോന് പോലും ആന്റിയെ വിശ്വാസമില്ലേ? എനിക്ക് ആന്റിയെ വിശ്വാസ. അഭിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കാണും. ഞാനൊന്നും പറഞ്ഞില്ല. ആന്റി എന്നെ തല്ലിക്കൊല്ലുന്നു കുഴിച്ചിടുന്നൊക്കെ പറഞ്ഞത്. കേട്ടോ പ്രകാശേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ വരൂന്ന്. എല്ലാം തിരിച്ചു മറിച്ചും പറയുന്ന കേട്ടില്ലേ? സുജാതയുടെ അതേ സ്വഭാവം. തള്ളയുടെ സ്വഭാവം ഇവിടെ കാണിക്കരുത്, കേട്ടല്ലോ നീ? മേലിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാവാൻ പാടില്ല. അവനവന്റെ കാര്യം നോക്കിയിട്ട് ജീവിച്ചോണം. വെറുതെ എന്റെ കൈ മെനക്കെടുത്തരുത്, കേട്ടല്ലോ? അച്ഛമ്മ, ഞാൻ മക്കളകത്ത് പോ. നിന്നോടും കൂടിയാ പറഞ്ഞത്, കേറിപ്പോ. റൂബി നിക്ക്. നിന്നോട് രണ്ടെണ്ണം പറയാനാ മക്കളെ ഞാൻ അകത്തേക്ക് വിട്ടത്. അഭി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്താ നിനക്ക് അവനോട് ഇത്ര വൈരാഗ്യം? എന്നെ അനുസരിക്കുന്നവരോട് എനിക്ക് ഒരു വൈരാഗ്യമില്ല. അനുസരിച്ചാ നല്ലത്. അനുസരിച്ചില്ലെങ്കിൽ കൊല്ലുവോ നീ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിപ്പിക്കരുത്. നീ ഒരു ചുക്കും ചെയ്യില്ല റൂബി. മണിമംഗലത്ത് മഹിളാമണിയെ ശരിക്കും അറിയില്ല നിനക്ക്. ഇടഞ്ഞു നിൽക്കുന്ന ആനയ്ക്ക് നീ ഈർക്കിലി കൊണ്ട് തോട്ടി പണിയരുത്. എന്റെ കൊച്ചുമക്കളെ ഉപദ്രവിച്ചാൽ ചവിട്ടിക്കൂട്ടി മെതിക്കും നിന്നെ ഞാൻ. സംജി കമീനി.
പോടി. तूने मुझे क्या बुलाया? എടീ, പോടി പരട്ട തള്ളേന്ന് കേട്ടില്ലേ? കേട്ടില്ലെങ്കിൽ തെളിച്ചു പറയാം. കൊല്ലണോന്ന് തോന്നിയാ കൊല്ലും റൂബി. അതേത് മണിമംഗലത്തെ കെട്ടിലമ്മയായാലും. हाँ, चुप कर बेशरम. तू आप जाने की मैं कौन हूं? അറിയിക്കാൻ നിന്നെ ഞാൻ മണിമംഗലത്തെ കെട്ടിലമ്മയുടെ കരുത്ത്. നല്ല പച്ചടിയാ, ഒന്ന് കഴിച്ചു നോക്കി. എനിക്ക് മതി ഏട്ടാ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, സ്വല്പം ചോറൂടെ കഴിക്കണം. ഏട്ടന്റെ ഒരു നിർബന്ധം. അനിയത്തിയെ ഊട്ടാൻ എന്തൊരു താല്പര്യ. എന്നോട് ഊണ് കഴിച്ചോന്ന് പോലും ചോദിക്കാറില്ല. എടി, നീ എന്റെ ഭാര്യയല്ലേ, നമുക്ക് രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വമല്ലേ? തന്നെയല്ല, ഇവിടുത്തെ ഗ്രഹനാഥ നീയാ, നിന്നോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലാണോ സുജ? അവൾ എന്റെ അനിയത്തി മാത്രമല്ല, മകളെപ്പോലെ. സത്യം പറഞ്ഞ ചെറുപ്പം മുതല് അച്ഛന്റെ സ്ഥാനത്ത് നിന്നാ ഞാൻ ഇവളെ വളർത്തിയത്. നേരെ എനിക്ക് വേണ്ടി അച്ഛനേക്കാൾ കഷ്ടപ്പെട്ടിട്ടുള്ളത് ഏട്ടനാ. എന്ത് വേണോന്ന് ശാഠ്യം പിടിച്ചാലും അതിനു വേണ്ടി ഓടും. ഒരു മാമ്പഴം കിട്ടിയാൽ പോലും അതെനിക്ക് കൊണ്ടുവന്ന് തരും. ഞാൻ കഴിക്കുന്നത് കാണുന്നതാ ഏട്ടൻ ഇഷ്ടം. ചെറുപ്പത്തിലെ ഏട്ടൻ നിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. നല്ല പഠിപ്പൊക്കെ ആയിട്ട് വലിയ ജോലിയിലാവും, നല്ല നിലയെ കെട്ടിച്ചു വിടും, സന്തോഷമായിട്ട് ജീവിക്കുമെന്നൊക്കെ ഏട്ടൻ സ്വപ്നം കണ്ടിരുന്നു. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. എന്താ ഉദ്ദേശം? എന്തുദ്ദേശിക്കാൻ? ആഹാരത്തിന് മുമ്പുള്ള ഗുളി കഴിക്കാൻ മറന്നു, പ്രഷർ കൂടും. അല്ലേലും പ്രഷർ കൂടും, എനിക്കാണെന്ന് മാത്രം. നിനക്ക് BP ഉണ്ടോ? ഇങ്ങനെ പോയാ ഉണ്ടാവും. എന്താ ലതിയെ, നീ കാര്യം പറ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളച്ചു കെട്ടിയാ കാട് കയറിപ്പോവും. സുജാതയെ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിർത്താനാണ് ഉദ്ദേശം. നിർത്തേണ്ട കാര്യം എന്താ? നമ്മൾ അവളെ പിടിച്ചു നിർത്തണോ ഇവിടെ? അവൾ ഇവിടെ താമസിച്ചോളും. സ്ഥിരമായിട്ടോ? സ്ഥിരമായിട്ട് താമസിച്ചാൽ എന്താ? അവൾ എന്റെ അനിയത്തിയല്ലേ, അവൾക്കിപ്പോ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുമായി. എന്നാലും അത് ശരിയാവില്ല ചേട്ടാ, എനിക്കത് താല്പര്യമില്ല. നിനക്കെന്താ താല്പര്യമില്ലാത്തത്? അവള് നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ? അതോ 3 നേരം ആഹാരം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണോ? അതൊന്നുമല്ല, ഈ പാതിരാത്രിയുള്ള പോക്കും വരവോക്കും അല്ലേ. അവളൊന്ന് ജീവിച്ചോട്ടെ ലതിയെ, നമുക്ക് നഷ്ടമില്ലാത്ത കാര്യമല്ലേ? ഒന്നാമത് എനിക്ക് BP കൂടുതല. നീ ഇങ്ങനെ വന്ന് ഓരോന്ന് പറഞ്ഞാ ഞാൻ ഈ ഗുളിക മുഴുവൻ വാരി കഴിക്കേണ്ടി വരും. ലതിയെ, നിന്റെ ഒരഭിപ്രായവും ഞാൻ പരിഗണിക്കാതിരിക്കില്ല. പക്ഷെ ഒരു കാര്യം നീ ആലോചിക്കണം, ഇപ്പോഴത്തെ അവളുടെ അവസ്ഥ ഒരിക്കലും നിനക്കുണ്ടാകില്ല. കാരണം ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ആ അവസ്ഥ നിനക്ക് വന്നാൽ നീ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ഞാൻ മരിച്ചാൽ പോലും നിനക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതല്ല സുജാതയുടെ അവസ്ഥ. ഇനി ഒന്നേ നീ ജീവിച്ചു തുടങ്ങണം, ആരുടെയും സഹായമില്ലാതെ. അതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിയിട്ട് പറ, ഇറക്കി വിടണോ അവളെ? സോറി ചേട്ടാ. എന്താ? ഇറക്കി വിടണ്ടാന്ന്. അവൾ ഇവിടെ തന്നെ നിന്നോട്ടെ, അതിനെന്താ? ഷേടാ, ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? ചേട്ടൻ പറഞ്ഞു തന്നാലല്ലേ എനിക്ക് മനസ്സിലാവൂ. എന്താ പ്രകാശേട്ടാ? തന്നെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞതിന് ഫലം കാണുന്നുണ്ട്. CEO ഒന്ന് അയഞ്ഞിട്ടുണ്ട്. എനിക്കും തോന്നി. പഴയ എതിർപ്പൊന്നുമില്ല. വിവാഹം തീരുമാനിച്ചെന്നൊക്കെ ചോദിച്ചു എന്നോട്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? എന്തു പറയാനാ, സുജാതയുടെ കാര്യം തീരുമാനമാവാതെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
മക്കളെ കെട്ടിക്കറായ കാലത്താണോ അച്ഛന് രണ്ടാം കെട്ടിന് പൂതിയെന്ന് ചോദിക്കുന്നു നാട്ടുകാര്.